കഥ മിഥുൻ. അവതരണം പൗർണമി. കഥയുടെ പേര് തമോഗർത്തം. തമോഗർത്തത്തിലെ ഇരുളിൽ നിന്നും ഒരു രൂപം ഭൂമിയിലേക്ക് വരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചം. അവിടെ ഇടയ്ക്കിടെ ഫ്ലൂറസെന്റ് ലാമ്പുകൾ മിന്നി. ആകാശം കറുത്തിരുണ്ട് കിടന്നു. ചില നക്ഷത്രങ്ങൾ തെളിയാൻ മടിച്ചു നിന്നു. സിമന്റ് പാകിയ ഇടറോഡ്, ആളുകൾ ഒഴിഞ്ഞൊരു സ്ഥലം, ചില വീടുകൾ പോലെ തോന്നുന്ന കെട്ടിടങ്ങൾ ഇരുവശത്തും നിന്നിരുന്നു. പക്ഷെ അവിടെ വെളിച്ചത്തിന്റെ കണിക പോലും കാണാനില്ല. റോഡിന്റെ അങ്ങേയറ്റത്ത് ഒരു കൂറ്റൻ തെരുവ് നായയുടെ നിഴൽ. അതിന്റെ കിതപ്പിന്റെ ശബ്ദം ഉയർന്നു കേൾക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ കണ്ണുകൾ ആരെയോ കാത്തു കിടക്കുന്നത് പോലെ അകലേക്ക് നോക്കിക്കിടന്നു. കണ്ണുകൾ വെള്ളി നാണയങ്ങൾ പോലെ വെട്ടിത്തിളങ്ങി. അകലെ എവിടെയോ മറ്റൊരു നായയുടെ ഓരിയിടൽ ശബ്ദം ഉയർന്നതും പടുകൂറ്റൻ നായ പതിയെ എഴുന്നേറ്റു. എന്നിട്ട് വലതുഭാഗത്തെ കെട്ടിടത്തിന് മുകളിലേക്ക് നോക്കി അതിശക്തമായി ഓലിയിടാൻ തുടങ്ങി. അവിടെ നേരിയൊരു ശീതക്കാറ്റ് വീശാൻ തുടങ്ങി. എവിടെ നിന്നെല്ലാമോ കുറെ കടലാസുകൾ പറന്നു വന്നു. അത് റോഡിന്റെ മധ്യത്തിൽ കിടന്നു വട്ടം കറങ്ങി. പതിയെ പതിയെ അതിനൊരു മനുഷ്യാകൃതി കൈവരാൻ തുടങ്ങി. ആകാശത്ത് പെട്ടെന്ന് ഒരസാമാന്യ വലുപ്പത്തിൽ മിന്നൽ പിളർത്തെളിഞ്ഞു. അതിൽ നിന്നും ചിതറിയ കൊള്ളിമീനിന്റെ ഒരു ചെറിയ കഷ്ണം റോഡിന്റെ മധ്യത്തിൽ മനുഷ്യാകൃതി പൂണ്ട അതിലേക്കുരസി. പേപ്പറിൽ തീ പടർന്നു. പതിയെ അഗ്നി അതിനെ വിഴുങ്ങി. ഈ കാഴ്ച കണ്ട് നായ അടികൊണ്ടതുപോലെ മോങ്ങിക്കൊണ്ട് തിരിഞ്ഞിരുളിലേക്ക് ഉൾവലിഞ്ഞു. പേപ്പർ തീ പടർന്നെങ്കിലും അതിന്റെ ഒരംശം പോലും നിലത്തേക്ക് വീണില്ല. അതിനാകെ കറുപ്പ് നിറം കൈവന്നു. പെട്ടെന്ന് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പോസ്റ്റിലെ ഫ്ലൂറസെന്റ് ബൾബുകളിലെ വെളിച്ചം ഒന്ന് മങ്ങിയിട്ട് തെളിഞ്ഞതും പൊട്ടിത്തെറിച്ചതും ഒപ്പമായിരുന്നു. ചുറ്റിലും ഇരുട്ട് വ്യാപിച്ചു. അപ്പോഴും നായ്ക്കളുടെ ഓലിയിടലിന്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. പതിയെ പേപ്പറിന്റെ രൂപം മാറി മാറി വന്നു. അതൊരു മനുഷ്യനായി രൂപാന്തരപ്പെട്ടു. പക്ഷേ അതിന്റെ ഉടലാകെ കറുത്ത മിനുസമുള്ള നെടുങ്കൻ കുപ്പായമായിരുന്നു. ഇരുളിലും വൈരക്കല്ലുകൾ പോലെ അതിന്റെ കണ്ണുകൾ തിളങ്ങി. മുഖത്തിന്റെ ഭാഗത്ത് കറുത്ത മാസ്ക് പോലെ എന്തോ കൊണ്ട് മറച്ചിരുന്നു. അസാമാന്യ ഉയരമുണ്ട് ആ മനുഷ്യന് എന്ന് തോന്നുമായിരുന്നു. അത് മനുഷ്യനാണോ അല്ലെന്ന് പറയേണ്ടി വരും. കാരണം മിന്നലിൽ കൂടി ഭൂമിയിലേക്ക് എത്തപ്പെട്ട ഈ രൂപത്തിന് മനുഷ്യരൂപമായിരിക്കും സ്വീകരിച്ചിരിക്കുക. അതിന്റെ ശബ്ദം പെട്ടെന്നുയർന്നു. സിംഹത്തിൻ്റേതുപോലുള്ള മുഴക്കം. അന്തരീക്ഷത്തിൽ പെട്ടെന്ന് കാറ്റിന്റെ ശക്തി വർദ്ധിച്ചതുപോലെ ആ സത്വത്തിന്റെ നീളൻ വസ്ത്രം ഉലഞ്ഞു. അതിന്റെ കണ്ണുകൾ ചുറ്റുമെന്തോ പരതുന്നതുപോലെ ചലിച്ചുകൊണ്ടിരുന്നു. ഇരുൾ മൂടിക്കിടക്കുന്ന അവിടമാകെ മനുഷ്യനേത്രങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതല്ല. പക്ഷേ ആ കറുത്ത രൂപം എന്തോ അവിടെ കണ്ടതുപോലെ ദൃഷ്ടികൾ പായിച്ചു. സന്തോഷസൂചകമായി ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു. തമോഗർത്തം പോലെ എന്തോ ഒന്ന് ആ അതികായന്റെ മുന്നിൽ തെളിഞ്ഞു. അവന്റെ ശരീരം അന്തരീക്ഷത്തിൽ ഉയരാൻ തുടങ്ങി. പതിയെ അതിന്റെ രൂപം മറ്റൊരിരുൾക്കട്ട പോലെ അലിയാൻ തുടങ്ങി. കുറച്ചകലെയുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു ബൾബ് മാത്രം മിന്നുന്നതിന്റെ നേരിയ പ്രകാശത്തിൽ അകലെ തെളിഞ്ഞ കൂറ്റൻ തമോഗർത്തം അവ്യക്തമായി കാണാമായിരുന്നു. വല്ലാത്തൊരു വേഗത്തിൽ ആ കറുത്ത രൂപം തമോഗർത്തത്തിലേക്ക് ഉൾവലിഞ്ഞ് അപ്രത്യക്ഷമായി. അപ്പോഴേക്കും കാറ്റിന്റെ ശീൽക്കാരം പതിയെ നിലയ്ക്കാൻ തുടങ്ങി. നായ്ക്കളുടെ കൂട്ട ഓരിയിടൽ നിശ്ചലമായ അന്തരീക്ഷത്തിൽ അവസാനത്തെ അലയൊലി പോലെ മുഴങ്ങി നിന്നു. ഭയം കട്ടിയായ നിശബ്ദത. തെരുവ് പൂർണ്ണമായും കറുപ്പ് പുതച്ചു. കരിഞ്ഞ പേപ്പറിന്റെയും നേർത്ത ഓസോണിന്റെയും ലോഹത്തിന്റെയും നേരിയ മണം മാത്രം ബാക്കി. ഇരുട്ടിൽ എല്ലാം ഒടുങ്ങിയെന്ന് തോന്നിയ നിമിഷം അകലെ ഇരുട്ട് മുറുകി നിൽക്കുന്ന റോഡിന്റെ അങ്ങേയറ്റത്ത് ഒരു നേർത്ത ശബ്ദമുയർന്നു. സിമന്റ് തറയിൽ മൃദുവായി പതിക്കുന്ന പാദരക്ഷയുടെ താളമുള്ള ശബ്ദം. അത് റോഡിന്റെ വളവ് തിരിഞ്ഞു വന്നപ്പോൾ ജനലിലൂടെ ഒരാൾ കണ്ടു. ഹൃദയമിടിപ്പ് നിലച്ചു പോകുന്നത്ര ഭയാനകം. അവിടെ എവിടെയും വെളിച്ചമില്ല. പൊട്ടിത്തെറിച്ച ബൾബുകളുടെ കറുപ്പു മാത്രം. എന്നിട്ടും ആ രൂപത്തിനു ചുറ്റും തണുത്ത ഓറ പോലെ ഒരു നേരിയ പ്രകാശം തങ്ങി നിന്നു. അവളാണ് വന്യ, മനുഷ്യ സ്ത്രീയുടെ രൂപം സ്വീകരിച്ച യക്ഷി. ആ രാത്രിയിൽ ഒരു സാധാരണ സ്ത്രീ ധരിക്കുന്നത് പോലെ തോന്നിക്കുന്ന വെള്ളയും ഇളം മഞ്ഞയും കലർന്ന സൽവാർ കമ്മീസാണ് വന്യ ധരിച്ചിരുന്നത്. മുട്ടോളം നീളമുള്ള ഇരുണ്ട കട്ടിയുള്ള മുടി പിന്നിലേക്ക് ഒതുക്കി കെട്ടിയിരുന്നു.
അവളുടെ രൂപം ഈ ശൂന്യമായ അപകടകരമായ തെരുവിന് ഒട്ടും ചേരാത്തത്ര ശാന്തമായിരുന്നു. അവളുടെ കണ്ണുകൾ, അതാണ് ആ മനുഷ്യരൂപത്തിലെ ഏക അസ്വാഭാവികത. ആ കണ്ണുകൾ ഇരുളിനെ തിളക്കത്തോടെ പ്രതിഫലിപ്പിക്കുന്നതിന് പകരം ആ ഇരുളിനെ പൂർണ്ണമായും വലിച്ചെടുക്കുന്നത് പോലെ തോന്നി. അവൾക്ക് ചുറ്റുമുള്ള ഭയം ആകർഷണമായി അവളിൽ ലയിച്ചു ചേർന്നിരുന്നു. അവൾ റോഡിലൂടെ ഒരു നിഴൽ പോലെ യാതൊരു ധൃതിയും കൂടാതെ നടന്നു. തെരുവിന്റെ അങ്ങേ അറ്റത്ത് വെള്ളി നാണയങ്ങൾ പോലെ കണ്ണുകൾ തിളങ്ങിയിരുന്ന കൂറ്റൻ നായ. ഇരുണ്ട ഭാഗത്തു നിന്നാണ് അവൾ വന്ന് റോഡിന്റെ മധ്യഭാഗത്തെത്തിയത്. കുറച്ചു നേരങ്ങൾക്ക് മുൻപ് ഒരു കൊള്ളിമീൻ ഉരസുകയും തീ ആളിക്കത്തുകയും ചെയ്ത ആ സ്ഥലം വന്യയുടെ നാസികത്തുമ്പിൽ നേരിയ ഓസോണിന്റെ ഗന്ധം തട്ടി. കറുത്ത രൂപം തിരഞ്ഞെത്തിയ തമോഗർത്തം അവിടെ ഇല്ലെന്നവൾക്ക് മനസ്സിലായി. അവളുടെ അധരങ്ങളിൽ ഒരു ചിരി വിരിഞ്ഞു. അത് സന്തോഷത്തിന്റെയോ ദുഃഖത്തിന്റെയോ ചിരിയായിരുന്നില്ല, പകരം ഒരു വിദൂരമായ കണക്കുകൂട്ടലിൻ്റെതായിരുന്നു. അവൾ വലതുവശത്തെ കെട്ടിടത്തിന് മുകളിലേക്ക് കണ്ണുകൾ പായിച്ചു. ആ കൂറ്റൻ നായ ഓരിയിട്ട അതേ സ്ഥലം. ആ കറുത്ത രൂപം തിരഞ്ഞത് ഭൂമിയിലെ ഒരു സാധാരണ മനുഷ്യന് ദർശിക്കാൻ കഴിയാത്ത എന്തോ ഒന്നാണ്. പക്ഷെ വന്യയ്ക്കറിയാമായിരുന്നു അത് തിരയുന്നത് ഒരു നിഗൂഢ സന്ദേശത്തെയാണ്. അവൾ പതിയെ നടന്നു നീങ്ങി. കറുത്ത രൂപം ഉൾവലിഞ്ഞ തമോഗർത്തത്തിന്റെ അവ്യക്തമായ രൂപം ദൃശ്യമായിരുന്ന വിളക്കിന്റെ നേരിയ വെളിച്ചം ലക്ഷ്യമാക്കി അവൾ മുന്നോട്ടു പോകുന്തോറും അവളുടെ കാലൊച്ചകൾ വീണ്ടും കേൾക്കാതായി. അവൾ പോയ വഴിയെ കൃഷ്ണന്റെ വീടിന്റെ ജനലിനടുത്തെത്തി. അവിടെ നിലത്ത് ഉണങ്ങിക്കിടന്ന ഒരില പേപ്പർ കരിഞ്ഞതിന്റെ ലോഹഗന്ധം ഏറ്റുവാങ്ങി ഒരു ഞരക്കത്തോടെ ചുരുണ്ടുപോയി. അവൾ പോകുന്ന വഴിയെ ഭൂമിയിൽ കാര്യങ്ങൾ സാധാരണ നിലയിലാകുന്നതിന് പകരം കൂടുതൽ അസ്വാഭാവികമാവുകയായിരുന്നു. അത് വെറും നിഴലായിരുന്നില്ല, തമോഗർത്തത്തിന്റെ അധിപതിയായ വാനവർ. ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് മിന്നൽ പിണരിന്റെ മറവിൽ ഇവിടെ വന്ന് മടങ്ങിയ വാനവർ. വന്യ തന്റെ വലത് കൈപ്പത്തി അഗ്നി ആളിക്കത്തിയ സ്ഥലത്തിനു മുകളിലൂടെ മെല്ലെ ചലിപ്പിച്ചു. തണുത്ത വിചിത്രമായൊരു പ്രകമ്പനം അവളുടെ കൈകളിലൂടെ കടന്നുപോയി. അത് വാനവർ ഉപേക്ഷിച്ച ഒരു ഊർജരേഖയാണ്. വാനവർ, നീ അതിവിടെ വെച്ച് പോയിരിക്കുന്നു. വന്യയുടെ ചുണ്ടിൽ നേരിയ ചിരി വിരിഞ്ഞു. ആ ചിരിയിൽ മനുഷ്യസഹജമായ സന്തോഷമോ ദുഃഖമോ ഇല്ലായിരുന്നു, പകരം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള നിശ്ചയദാർഢ്യം മാത്രം. വാനവർ തിരഞ്ഞതും റോഡിന്റെ നടുവിൽ രൂപമെടുത്ത കടലാസുകളിൽ നിന്നും ഉടലെടുത്തതുമായ ആ നിഗൂഢ സന്ദേശമാണ് വന്യയുടെ ലക്ഷ്യം. അതൊരു സാധാരണ സന്ദേശമല്ല, കാലത്തിന്റെ ചുരുളുകളടിക്കുന്ന പ്രപഞ്ചരഹസ്യങ്ങളുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ്. അതാണ് അവളുടെ ലക്ഷ്യം. വാനവർ ഭൂമിയിൽ പതിപ്പിച്ച നിയോഗമെന്നറിയപ്പെടുന്ന ആ രഹസ്യ സന്ദേശം കണ്ടെത്തുക. അത് വാനവരിന്റെ അനുയായികളോ മറ്റന്യഗ്രഹ ശക്തികളോ കൈക്കലാക്കുന്നതിന് മുൻപ് പൂർണ്ണമായും നശിപ്പിക്കുകയോ അല്ലെങ്കിൽ സുരക്ഷിതമായി ഒളിപ്പിക്കുകയോ ചെയ്യുക. ആ നിയോഗം തെറ്റായ കൈകളിലെത്തിയാൽ അത് ഭൂമിയിലെ സന്തുലിതാവസ്ഥയെ തകർക്കുകയും മനുഷ്യവംശത്തിന്റെ ഭാവിയെ തന്നെ അപകടത്തിലാക്കുകയും ചെയ്യും. വന്യ തന്റെ കണ്ണുകൾ ഇടുങ്ങിയ ഇരുൾവീഥികളിലേക്ക് പായിച്ചു. വാനവർ അന്തരീക്ഷത്തിൽ ലയിച്ചു പോയതിന് തൊട്ടു പിന്നാലെ ആ ഊർജരേഖ റോഡിന്റെ വക്കിലൂടെ ഒഴുകി നീങ്ങാൻ തുടങ്ങിയിരുന്നു. സന്ദേശം മണത്തറിഞ്ഞ് അവന്റെ സൈന്യം എത്തുന്നതിന് മുൻപ് എനിക്കത് കണ്ടെത്തണം. അവൾ കാൽവിരലുകൾ കൊണ്ട് മൃദുവായി സിമന്റ് തറയിൽ തട്ടി. അവിടെ നിന്നും കരിയുടെ ഒരു നേർത്ത കണിക ഉയർന്ന് തെരുവിലെ കാറ്റിൽ ലയിച്ചു. ആ കണിക ഊർജരേഖയുടെ അവസാനത്തെ അടയാളമായിരുന്നു. വന്യയുടെ മനുഷ്യരൂപം വേഗത കൈവരിച്ചു. അവൾ നിശബ്ദമായി ഓടാൻ തുടങ്ങി. എന്നാൽ അവളുടെ ഓട്ടം സാധാരണ മനുഷ്യന്റേതായിരുന്നില്ല. അവൾ സിമന്റ് തറയിൽ തൊടുന്നില്ല, അന്തരീക്ഷത്തിലൂടെ ഒഴുകി നീങ്ങുന്നത് പോലെ. മിന്നൽ പിണർ പൊട്ടിത്തെറിച്ചതിന്റെ ബാക്കിപത്രമായി അവശേഷിച്ച ഓസോൺ ഗന്ധത്തെ പിന്തുടർന്ന് വന്യ ആ ഒഴിഞ്ഞ തെരുവിൽ നിന്നും വെളിച്ചവും തിരക്കുമുള്ള നഗരഹൃദയത്തിലേക്ക് പാഞ്ഞു. അവിടെയാണ് വാനവർ ഉപേക്ഷിച്ച നിയോഗം മറഞ്ഞിരിക്കുന്നതെന്ന് അവൾക്കുറപ്പായിരുന്നു. വന്യ ആ തെരുവിൽ നിന്നും അപ്രത്യക്ഷയായി സെക്കൻഡുകൾക്കുള്ളിൽ. റോഡിന്റെ മധ്യഭാഗത്ത് വീണ്ടും ഒരു പ്രപഞ്ചപരമായ അലോസരമുണ്ടായി. ഇത്തവണ ഇരുട്ടല്ല, പകലം. ഒരു നീല വെളിച്ചം അവിടെ കത്തിജ്വലിച്ചു. ഒരു കൂറ്റൻ കണ്ണാടി തകർന്നു വീണതുപോലെ അന്തരീക്ഷം ഒന്ന് കുലുങ്ങി. ആ പ്രകാശത്തിൽ നിന്നും ഒരു രൂപം പുറത്തു വന്നു. അയോല. വാനവരിന്റെ കറുത്ത ഭീമാകാരമായ രൂപത്തിൽ നിന്നും തീർത്തും വിപരീതയായിരുന്നു അയോല.
അവൾ വെള്ളി നിറമുള്ള മിനുസമാർന്ന ഒരു കവചമാണ് ധരിച്ചിരുന്നത്. ആ കവചത്തിൽ നിന്നും നേർത്ത നീല വെളിച്ചം പ്രസരിച്ചു നിന്നു. അവളുടെ മുഖം മനുഷ്യന്റേതിന് സമാനമായിരുന്നെങ്കിലും ചെവിയുടെ അഗ്രഭാഗം കൂർത്ത് നെറ്റിയിൽ ഇളം സ്വർണ്ണ നിളത്തിലുള്ള ഒരു കൊത്തുപണി ഉണ്ടായിരുന്നു. അവൾക്ക് ചിറകുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ സാന്നിധ്യം വായുവിൽ ഒരു നേർത്ത മണിയുടെ ശീൽക്കാരം പോലെ മുഴങ്ങി. അയോല വലതു കൈ ഉയർത്തി. അവളുടെ കൈപ്പത്തിയിൽ വാനവറിന്റെ തമോഗർത്ത ഊർജത്തിന്റെ അവശിഷ്ടങ്ങൾ കരിമ്പടം പോലെ ചുറ്റിപ്പറ്റി നിന്നു. അവൾ കൃഷ്ണന്റെ വീടിന് നേരെ തിരിഞ്ഞില്ല. കാരണം മനുഷ്യരുടെ ഭയമോ സാക്ഷ്യപ്പെടുത്തലോ അവളെ ബാധിക്കുന്ന വിഷയമേ ആയിരുന്നില്ല. അവളുടെ ശ്രദ്ധ മുഴുവൻ വാനവർ ഇവിടെ പതിപ്പിച്ച പ്രതിരോധ രേഖയിലായിരുന്നു. അവൻ വന്നിരിക്കുന്നു, നിയോഗം ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു. അയോലയുടെ ശബ്ദം അന്തരീക്ഷത്തിലൂടെ പ്രതിധ്വനിച്ചു. അത് കാറ്റിനെ കീറി മുറിക്കുന്നത് പോലെ മൂർച്ചയുള്ളതായിരുന്നു. എന്നാൽ അതിൽ തീവ്രമായൊരു ദുഃഖം കലർന്നിരുന്നു. വാനവർ ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകങ്ങൾക്കിടയിൽ യാത്ര ചെയ്യുന്ന വിനാശകാരിയാണ്. അയോലയാകട്ടെ ഈ പ്രപഞ്ചാന്തര സംഘർഷത്തിൽ നിയോഗത്തെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവളാണ്. വന്യയുടെ ലക്ഷ്യവും ഇതുതന്നെ. അതുകൊണ്ടാണ് വന്യയുടെ യക്ഷി സ്വഭാവം അറിയാമെങ്കിലും അയോല അവളെ തന്റെ മിത്രമായി കാണുന്നത്. അയോല തറയിലേക്ക് കുനിഞ്ഞ് വാനവരിന്റെ ഊർജം ചിതറിക്കിടന്ന സ്ഥാനത്ത് കൈവച്ചു. ശക്തിയേറിയ പ്രകമ്പനം അവളുടെ ശരീരത്തിലൂടെ കടന്നുപോയി. വന്യ, നീ എത്തിച്ചേർന്നിരിക്കുന്നു. വന്യയുടെ മനുഷ്യരൂപത്തിലുള്ള ചലനങ്ങളും യഥാർത്ഥ ലക്ഷ്യവും അയോലയ്ക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വാനവരിന്റെ നിയോഗം നശിപ്പിക്കാൻ വന്യ നഗരഹൃദയങ്ങളിലേക്ക് പോയിരിക്കുന്നു. പക്ഷെ വന്യ സാധാരണക്കാരിയായ മനുഷ്യ സ്ത്രീയുടെ രൂപത്തിലാണ്. അതിനാൽ തന്നെ നിയോഗത്തിന്റെ യഥാർത്ഥ രൂപം കണ്ടെത്താൻ അവൾക്ക് കൂടുതൽ സമയം വേണ്ടിവരും. അയോല കണ്ണുകൾ അടച്ചു. പ്രപഞ്ചശക്തികൾ ഒരു നിമിഷം അവൾക്ക് ചുറ്റും കറങ്ങി. പെട്ടെന്ന് അവൾക്ക് ഒരു ദൃശ്യം ലഭിച്ചു. ഇരുളിൽ നിന്നും അഗ്നിയിൽ രൂപം കൊണ്ട നിയോഗം. ഒടുവിൽ ഒരു മനുഷ്യന്റെ കൈകളിലേക്ക് വീഴുന്ന ചിത്രം. എന്നാൽ ആ മനുഷ്യൻ വാനവരിന്റെ സൈന്യത്തിൽപ്പെട്ടവനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്യഗ്രഹ ജീവിയോ ആയിരുന്നില്ല. ഒരു വൃദ്ധൻ. ആ കറുത്ത കടലാസ് കൈകളിലിരിക്കുന്നു. വൃദ്ധൻ നഗരഹൃദയത്തിലെ ഏതോ ഒരു ലൈബ്രറിയിലാണ്. അത് സന്ദേശം ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത് ഒരു രഹസ്യ സ്ഥലത്തല്ല, മറിച്ച് ഏറ്റവും സാധാരണമായ ഒരു മനുഷ്യന്റെ കയ്യിലാണ്. നിയോഗം കിഴക്കുവശത്തുള്ള പുരാതന ലൈബ്രറിയിൽ. അയോലയുടെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. സമയം പാഴാക്കാനില്ല. വാനവരിന്റെ മറ്റ് അനുയായികൾ എത്തുന്നതിന് മുൻപ് ഈ സന്ദേശം കൈവശപ്പെടുത്തിയിരിക്കുന്ന വൃദ്ധനെ വന്യ കണ്ടെത്തണം. സന്ദേശം അവർക്ക് കിട്ടുമോ? സന്ദേശം അവർക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും അത് എവിടെയുണ്ടെന്നുള്ള വ്യക്തമായ സൂചന അയോലയ്ക്ക് ലഭിച്ചിരിക്കുന്നു. അയോലയുടെ ശരീരം ഒരു നേർത്ത മിന്നൽ പിളർ പോലെ പൊട്ടിത്തെറിച്ച് നീല വെളിച്ചത്തിന്റെ ഒരു വരയായി ആകാശത്തേക്ക് ഉയർന്നു. വന്യയെ കണ്ടുമുട്ടാനായി അവൾ നഗരഹൃദയത്തിലെ ലൈബ്രറി ലക്ഷ്യമാക്കി പാഞ്ഞു. ഇനി ഇതൊരു രക്ഷാദൗത്യമാണ്. സന്ദേശം വാനവർ എത്തുന്നതിന് മുൻപ് മാന്ത്രിക വൃദ്ധനെ കണ്ടെത്തണം. നഗരഹൃദയത്തിലെ നിശബ്ദതയിൽ ഒരു പുരാതന കെട്ടിടം നിലകൊണ്ടിരുന്നു. പഴയ തലമുറയിലെ ഗ്രന്ഥശാല, അതിന്റെ വലിയ തടി വാതിലുകളും പരുപരുത്ത കൽഭിത്തികളും പുറത്തു നടക്കുന്ന യാതൊരു അസാധാരണ സംഭവങ്ങളെയും ശ്രദ്ധിക്കാത്ത ഒരു ഭാവത്തിലായിരുന്നു. ഈ കെട്ടിടത്തിനുള്ളിലാണ് വാനവർ ഉപേക്ഷിച്ച നിയോഗം ഒളിപ്പിച്ചത്. ഒരു മങ്ങിയ മേശവിളക്കിന്റെ വെളിച്ചത്തിൽ ഒരു തടിച്ച പുസ്തകത്തിൽ തലകുനിച്ചിരുന്ന് എഴുതുകയായിരുന്നു വൃദ്ധൻ. അദ്ദേഹത്തിന്റെ പേര് ആശാൻ. ലൈബ്രറിയുടെ ചുമതലക്കാരനാണ്. എന്നാൽ അദ്ദേഹം ഒരു സാധാരണ ഗ്രന്ഥശാലാധികാരി ആയിരുന്നില്ല. ആശാൻ ലോകങ്ങൾ തമ്മിലുള്ള വിടവുകൾ നികത്താനും പ്രപഞ്ചരഹസ്യങ്ങൾ രേഖപ്പെടുത്താനും അതിലൂടെ വാനവരനെ പോലുള്ള ഭീഷണികളെ മുൻകൂട്ടി അറിയാനും കഴിവുള്ള ത്രികാലജ്ഞാനിയാണ് അദ്ദേഹം. വാനവർ ഭൂമിയിൽ വരുന്നുണ്ടെന്നും അയാൾ ഒരു സന്ദേശം ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും ആശാൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കണക്കുകൂട്ടിയിരുന്നു. അതുകൊണ്ടാണ് അഗ്നിയിൽ കരിഞ്ഞ കടലാസ് രൂപം കൃത്യമായി അദ്ദേഹത്തിന്റെ കയ്യിലെത്തിപ്പെട്ടത്. വൃദ്ധന്റെ കൈവശമുള്ള ആ കറുത്ത കടലാസ് കഷ്ണം ഒരു സാധാരണ പേപ്പർ ആയിരുന്നില്ല. അത് വാനവരന്റെ ചിന്തയുടെയും ലക്ഷ്യങ്ങളുടെയും പ്രപഞ്ച ഊർജത്താൽ എഴുതപ്പെട്ട ഒരു പ്രൊജക്ഷൻ ആയിരുന്നു. ആശാൻ മെല്ലെ തലയുയർത്തി. അദ്ദേഹത്തിന്റെ കട്ടിയുള്ള കണ്ണടയ്ക്ക് മുകളിലൂടെയുള്ള നോട്ടം ഗൗരവമുള്ളതായിരുന്നു. അവന്റെ ഊർജം ചിതറിപ്പോകുന്നു. പക്ഷെ അവന്റെ സൈന്യം മണത്തറിയാൻ തുടങ്ങിയിരിക്കുന്നു. ആശാൻ സ്വയം മന്ത്രിച്ചു. അപ്പോഴാണ് ലൈബ്രറിയുടെ പുറത്തേക്ക് തുറന്നു കിടക്കുന്ന ജനലിലൂടെ ഒരു രൂപം ഉള്ളിലേക്ക് ഊർന്നിറങ്ങിയത്. അത് വിലോകയാണ്.
അവൾ ചുവന്ന പട്ടുടുപ്പും നീളൻ കറുത്ത തലമുടിയുമുള്ള അസാമാന്യ സൗന്ദര്യമുള്ള ഒരു മന്ത്രവാദിനി. എന്നാൽ അവളുടെ സൗന്ദര്യം മരണകരമാണ്. വാനവരിന്റെ അനുയായികൾ ഒരാളാണ് അവൾ. വാനവരിന്റെ നിയോഗമെടുക്കാൻ വിലോകയാണ് അവൻ ആദ്യം അയച്ചത്. ആശാനെ, പുസ്തകങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന് പ്രപഞ്ചത്തെ രക്ഷിക്കാമെന്ന് കരുതേണ്ട. വിലോകയുടെ ശബ്ദം ഒരു വിഷപ്പാമ്പിന്റെ ചീറ്റൽ പോലെ ലൈബ്രറിയിൽ മുഴങ്ങി. ഒളിച്ചിരുന്ന് പ്രപഞ്ചത്തെ രക്ഷിക്കാമെന്ന് കരുതണ്ട. വിലോകയുടെ ശബ്ദം ഒരു വിഷപ്പാമ്പിന്റെ ചീറ്റൽ പോലെ ലൈബ്രറിയിൽ മുഴങ്ങി. ആ കറുത്ത പേപ്പർ എനിക്ക് വേണം. വിലോകയുടെ പിന്നാലെ ഇരപിടിയനെ പോലെ ശാന്തമായ ചലനങ്ങളോടെ മറ്റൊരു രൂപം കൂടിയെത്തി ഇള. വെളുത്ത പാൽക്കല്ല് പോലത്തെ ചർമ്മമുള്ള തീവ്രമായ ദേഷ്യം കണ്ണുകളിൽ ഒളിപ്പിച്ച ഒരു രക്തരക്ഷസ്. അവൾ നിമിഷങ്ങൾക്കുള്ളിൽ മനുഷ്യ ശരീരത്തിലെ ചോര വലിച്ചെടുക്കാൻ കഴിവുള്ളവളാണ്. വിലോകയുടെ സംരക്ഷണയും സഹായിയുമാണ് അവൾ. വന്യയും അയോലയും ലൈബ്രറിയുടെ തൊട്ടു മുൻപ് ആശാന്റെ മേശയ്ക്ക് ചുറ്റും ഭീഷണി ഉയർന്നു. നിയോഗം വെറും കടലാസല്ല വിലോകെ, അത് പ്രപഞ്ചത്തിന്റെ താളം തെറ്റിക്കും. അതിനുള്ള ശക്തി നിനക്കില്ല. ആശാൻ ശാന്തനായി പറഞ്ഞു. എനിക്കത് വേണ്ട, എന്റെ യജമാനന് വേണ്ടിയാണ്. വിലോക ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസവും ഭീഷണിയും ഉണ്ടായിരുന്നു. അവൾ കൈകൾ ഉയർത്തി. ചുവന്ന ഊർജഗോളങ്ങൾ അവളുടെ കൈപ്പത്തിയിൽ രൂപപ്പെട്ടു. ഇള ഒരു നിമിഷം കൊണ്ട് ആശാന്റെ കഴുത്തിനു പിന്നിൽ എത്തി. ആ നിമിഷം പുറത്ത് ലൈബ്രറിയുടെ ഭിത്തിയിൽ നീല വെളിച്ചത്തിന്റെ ഒരു വര പ്രത്യക്ഷപ്പെട്ടത്. അയോലയാണ്. വന്യേ, നമ്മൾ താമസിച്ചു പോയി. അയോലയുടെ ശബ്ദം വായുവിൽ അലയടിച്ചു. ഇല്ല, വന്യയുടെ ശബ്ദം അതിനേക്കാൾ ശാന്തമായിരുന്നു. അവിടെ എത്തിയിരിക്കുന്നത് വാനവരിന്റെ സൈന്യമാണ്. ഇള, വിലോക, വന്യയും അയോലയും ലൈബ്രറിയുടെ കൂറ്റൻ തടിവാതിൽ തകർത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവരുടെ വരവ് കണ്ടതും വിലോകയുടെ കണ്ണുകൾ തീവ്രമായി തിളങ്ങി. പയോളിയാവുമോ ആശാൻ രക്ഷിക്കാൻ? രസകരമായിരിക്കുന്നു. ഇളയുടെ വെള്ളി നാണയം പോലുള്ള കണ്ണുകൾ വന്യയിലും അയോലയിലും മാറി മാറി പതിഞ്ഞു. അവൾ വായിൽ നിന്നും ഒരു നേർത്ത ചീറ്റൽ ശബ്ദം പുറപ്പെടുവിച്ചു. അപ്പോൾ പുറത്ത് ഭീമാകാരമായ ഒരു ശബ്ദം. അതു കേട്ടതും വിലോകയും ഇളയും ലൈബ്രറിയുടെ വെളിയിലേക്ക് പറന്നുപോയി. ആശാനും വന്യയും അയോലയും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ അവരും ലൈബ്രറിയുടെ പുറത്തേക്ക് എത്തി. അതാ വരുന്നു. ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് വാനവർ. പീഠത്തിൽ നിന്നും ഊർജം വലിച്ചെടുക്കാൻ വെമ്പുന്നത് പോലെ കാണപ്പെട്ടു. വന്യയും അനസ്വലയും ആശാനും ഭീമാകാരനായ ആ വിനാശകാരിക്ക് മുന്നിൽ നിസ്സഹായരായി നിന്നു. ഞാൻ വിജയിക്കുമോ? എന്റെ ശക്തി സംഭരണ കേന്ദ്രം സജീവമായിരിക്കുന്നു. വാനവർ ആർത്തലച്ചു. അവന്റെ മുഴക്കം ചെവികളെ തുളച്ചു. ലൈബ്രറിയുടെ അറയുടെ മധ്യത്തിൽ തിളങ്ങുന്ന ക്രിസ്റ്റലിലേക്ക് അവൻ തന്റെ കറുത്ത ഊർജരേഖകൾ നീട്ടി. വന്യ നിയോഗം വഹിച്ചിരുന്ന പീഠത്തിനു മുന്നിൽ വാനവർ. നിന്റെ ലക്ഷ്യം ഞാൻ തകർക്കും. അവൾ തന്റെ യക്ഷിശക്തി മുഴുവൻ സമാഹരിച്ച് ക്രിസ്റ്റൽ പീഠത്തിനു ചുറ്റും തണുത്ത ഒരു പ്രതിരോധ കവചം തീർക്കാൻ ശ്രമിച്ചു. എന്നാൽ വാനവരിന്റെ ശക്തി അതിനേക്കാൾ വലുതായിരുന്നു. കറുത്ത ഊർജരേഖകൾ വന്യയുടെ കവചത്തെ തകർത്ത് ക്രിസ്റ്റലിനെ തൊടാൻ നിമിഷങ്ങൾ മാത്രം. യക്ഷികളുടെ ആഗമനം. അതേ നിമിഷം അറയുടെ മുകളിൽ കൽത്തറയുടെ ഒരു ഭാഗം ആകാശത്തിലൂടെ ഒരു വൃത്തം പോലെ കറങ്ങിത്തെറിച്ചു. ഒരു കാറ്റടിച്ചതുപോലെ തോന്നി. ചുഴലി ഒരു വെള്ളി മിന്നൽ പോലെ താഴേക്ക് പറന്നിറങ്ങി. അവളുടെ പിന്നാലെ കാലിൽ ചങ്ങലക്കെട്ടുകൾ ഉണ്ടായിട്ടും കാൽവെപ്പുകളിൽ പഴമയുടെ ശക്തി ഒളിപ്പിച്ച നല്ലമ്മ. യുവത്വത്തിന്റെ വീര്യവുമായി ശാരിക എന്നവർ അറയിലേക്ക് പ്രവേശിച്ചു. ചാരി നിലത്ത് തൊട്ടതും അവൾ ഒരു കൊടുങ്കാറ്റായി മാറി. വാനവർ, ഈ ഭൂമി നിനക്ക് അവകാശപ്പെട്ടതല്ല. അവളുടെ കാറ്റ് വാനവറിന്റെ കറുത്ത. ഞാൻ വിജയിച്ചു. എന്റെ ശക്തി സംഭരണ കേന്ദ്രം സജീവമായിരിക്കുന്നു. വാനവർ ആർത്തലച്ചു. അവന്റെ മുഴക്കം ചെവികളെ തുളച്ചു. ലൈബ്രറിയുടെ അറയുടെ മധ്യത്തിൽ തിളങ്ങുന്ന ക്രിസ്റ്റലിലേക്ക് അവൻ തന്റെ കറുത്ത ഊർജരേഖകൾ നീട്ടി. വന്യ നിയോഗം വഹിച്ചിരുന്ന പീഠത്തിന് മുന്നിൽ വാനവർ. നിന്റെ ലക്ഷ്യം ഞാൻ തകർക്കും. അവൾ തന്റെ യക്ഷിശക്തി മുഴുവൻ സമാഹരിച്ച് ക്രിസ്റ്റൽ പീഠത്തിന് ചുറ്റും തണുത്ത ഒരു പ്രതിരോധ കവചം തീർക്കാൻ ശ്രമിച്ചു. എന്നാൽ വാനവറിന്റെ ശക്തി അതിനേക്കാൾ വലുതായിരുന്നു.
കറുത്ത ഊർജരേഖകൾ വന്യയുടെ കവചത്തെ തകർത്ത് ക്രിസ്റ്റലിനെ തൊടാൻ നിമിഷങ്ങൾ മാത്രം. യക്ഷികളുടെ ആഗമനം. അതേ നിമിഷം അറയുടെ മുകളിൽ കൽത്തറയുടെ ഒരു ഭാഗം ആകാശത്തിലൂടെ ഒരു വൃത്തം പോലെ കറങ്ങിത്തെറിച്ചു. ഒരു കാറ്റടിച്ചതുപോലെ ചാലി. ഒരു വെള്ളിമിന്നൽ പോലെ താഴേക്ക് പറന്നിറങ്ങി. അവളുടെ പിന്നാലെ കാലിൽ ചങ്ങലക്കെട്ടുകൾ ഉണ്ടായിട്ടും കാൽവെപ്പുകളിൽ പഴമയുടെ ശക്തി ഒളിപ്പിച്ച നല്ലമ്മ. യുവത്വത്തിന്റെ വീര്യവുമായി ശാരിക എന്നിവർ അറയിലേക്ക് പ്രവേശിച്ചു. ചാലി നിലത്ത് തൊട്ടതും അവളൊരു കൊടുങ്കാറ്റായി മാറി. വാനവർ, ഈ ഭൂമി നിനക്ക് അവകാശപ്പെട്ടതല്ല. അവളുടെ കാറ്റ് വാനവറിന്റെ കറുത്ത ഊർജരേഖകളെ ചിതറിച്ചു. വാനവറിന്റെ കണ്ണുകൾ ക്രോധത്താൽ ജ്വലിച്ചു. യക്ഷികളെ, നിങ്ങൾ എനിക്കെതിരെ വരുമെന്നോ? വെറും ഭൂതങ്ങൾ. ഞങ്ങൾ ഭൂതങ്ങളല്ല, പ്രകൃതിയുടെ കാവൽക്കാരാണ്. നല്ലമ്മയുടെ ശബ്ദം പരുപരുത്തതായിരുന്നു. എന്നാൽ ഓരോ വാക്കും പാറ പോലെ ഉറച്ചതായിരുന്നു. നിനക്കിവിടെ സ്ഥാനമില്ല. നല്ലമ്മ നേരെ അയോലയുടെ അടുത്തേക്ക് ചെന്നു. അയോല ക്ഷീണിച്ചിരുന്നു. സഹായത്തിന് നന്ദി നല്ലമ്മേ. നീ ധൈര്യമായി പോരാടുക. പോരാളിയായി ഇവന്മാരെ നേരിടാൻ ഞങ്ങൾ സജ്ജരാണ്. ശാരിക തന്റെ കൈകളിലുണ്ടായിരുന്ന വെള്ളിക്കടാരം കറക്കി നിഴൽ ഭടന്മാരെ നേരിടാൻ തയ്യാറായി നിന്നു. പുതിയ എതിരാളികളെ കണ്ട വാനവർ ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസവും ആത്മവിശ്വാസവും നിറഞ്ഞിരുന്നു. അവന്റെ കൂറ്റൻ കൈ വായുവിൽ ഉയർന്നു. പ്രകാശത്തിന്റെ ശക്തികൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നു. എന്നാൽ എന്റെ സൈന്യത്തിൽ നിങ്ങൾക്കറിയാത്ത ശക്തികളുമുണ്ട്. അവൻ ആജ്ഞാപിച്ചു. ദുർഗെ, പുറത്തു വരിക. അറയുടെ മറുഭാഗത്ത് തകർന്ന ഭിത്തിയുടെ പിന്നിൽ നിന്നും കറുത്ത ദുർഗന്ധമുള്ള പുകച്ചുരുളുകൾ ഉയർന്നു. അതിൽ നിന്നും ദുർഗ ചുവപ്പും കറുപ്പും കലർന്ന വേഷത്തിൽ കയ്യിൽ അസ്ഥികൂടത്തിന്റെ കൊത്തുപണികളുള്ള മാന്ത്രിക വടിയുമായി അവിടേക്ക് പറന്നെത്തി. വാനവർ എന്റെ യജമാനനാണ്. ഈ ലോകം അവന്റേതാകുമ്പോൾ അതിലെ ശക്തികൾ എനിക്കുള്ളതാണ്. ദുർഗയുടെ ശബ്ദം ഒരു ശവക്കുഴിയിൽ നിന്നുള്ള മന്ത്രോച്ചാരണം പോലെ മുഴങ്ങി. ദുർഗയുടെ മാന്ത്രിക വടിയിൽ നിന്നും വിഷം നിറഞ്ഞ പച്ച വെളിച്ചം വന്യെ ലക്ഷ്യമാക്കി പാഞ്ഞു. വാനവർ എന്റെ യജമാനനാണ്. ഈ ലോകം അവന്റേതാകുമ്പോൾ അതിലെ ശക്തികൾ എനിക്കുള്ളതാണ്. ദുർഗയുടെ ശബ്ദം ഒരു ശവക്കുഴിയിൽ നിന്നുള്ള മന്ത്രോച്ചാരണം പോലെ മുഴങ്ങി. ദുർഗയുടെ മാന്ത്രിക വടിയിൽ നിന്നും വിഷം നിറഞ്ഞ പച്ച വെളിച്ചം വന്യെ ലക്ഷ്യമാക്കി പാഞ്ഞു. വാനവർ ക്രിസ്റ്റലിനെ ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ അയോല പൂർണ്ണ ശക്തിയോടെ അവനെ തടഞ്ഞു. അവളുടെ നീല ഊർജശക്തി വാനവരിന്റെ കറുത്ത ഊർജവുമായി കൂട്ടിയിടിച്ചു. ചാലി അതിവേഗത്തിൽ വാനവരിന് ചുറ്റും കാറ്റായി മാറി. വന്യ ദുർഗയുടെ മുന്നിൽ നിന്നു. വന്യയുടെ കൈകളിൽ നിന്നും തണുത്ത നീല തീജ്വാലകൾ ഉയർന്നു. ദുർഗ മന്ത്രവടി ഉയർത്തി. തറയിൽ നിന്നും മരിച്ചവരുടെ നിഴലുകളെ വിളിച്ചുണർത്തി. വന്യ തന്റെ മനസ്സിലെ ഏകാഗ്രത കൊണ്ട് ആ നിഴലുകളെ വീണ്ടും മരവിപ്പിച്ചു. ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി വന്ന ഇളയും വിലോകയും നിഴൽഭടന്മാരും നല്ലമ്മയെയും ശാരികയെയും നേരിട്ടു. ശാരിക തന്റെ കടാരം കറക്കി നിഴൽഭടന്മാരെ കീറി മുറിച്ചു. നല്ലമ്മ തന്റെ കണ്ണുകൾ അടച്ച് ഭൂമിയിൽ നിന്നും ഊർജം വലിച്ചെടുത്ത് ഒരു പ്രതിരോധ മതിൽ തീർത്തു. വിലോകയുടെ അഗ്നിഗോളങ്ങൾ നല്ലമ്മയുടെ മതിലിൽ തട്ടി ചിതറി. നിയോഗത്തെ തകർക്കുന്ന നല്ലമ്മ പോരാട്ടത്തിനിടയിൽ ആശാൻ തളർന്നു പോയെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞു. നല്ലമ്മേ, വാനവർ ഊർജം വലിച്ചെടുക്കുന്നത് ക്രിസ്റ്റലിൽ നിന്നാണ്. എന്നാൽ അതിന് വഴി നൽകുന്നത് സജീവമായ നിയോഗമാണ്. കോഡ് തകർത്താൽ മാത്രമേ അവനെ ദുർബലപ്പെടുത്താൻ കഴിയൂ. നല്ലമ്മയുടെ കണ്ണുകൾ തുറന്നു. അവൾ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. വാനവരും അയോലയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിലൂടെ അവളൊരു നിഴൽ പോലെ ക്രിസ്റ്റൽ പീഠത്തിലേക്ക് പാഞ്ഞു. വാനവർ ഇത് കണ്ടു. പാടില്ല, എന്റെ ശക്തി. അവൻ തന്റെ ഒരു കൈ പൂർണ്ണമായും ക്രിസ്റ്റലിന് നേരെ നീട്ടി. നല്ലമ്മ തന്റെ കയ്യിലെ ചങ്ങലക്കെട്ടുകൾ വലിച്ചൂരിയെടുത്തു. അത് തന്റെ ശരീരത്തിലെ നിയന്ത്രണത്തിന്റെ അടയാളമായിരുന്നു. ആ ചങ്ങലക്കെട്ട് ഒരു കൊടുവാൾ പോലെ തിളങ്ങി. അവളത് ക്രിസ്റ്റൽ പീഠത്തിൽ ലയിച്ച നിയോഗം കോഡിന് നേരെ ആഞ്ഞു വീശി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ യക്ഷിശക്തിയിൽ നിയോഗം കോഡ് പിളർന്നു. ക്രിസ്റ്റലിൽ നിന്നും വാനവർ വലിച്ചെടുത്തുകൊണ്ടിരുന്ന ഊർജധാര പെട്ടെന്ന് നിലച്ചു. വാനവർ ഒരു ശക്തമായ വൈദ്യുതാഘാതമേറ്റതുപോലെ പിന്നോട്ട് തെറിച്ചു. അവന്റെ ശരീരം വലുപ്പത്തിൽ ഒന്ന് ചുരുങ്ങി. നിങ്ങൾ എന്നെ തടയുന്നുവോ? വാനവർ ക്രോധത്താൽ വിറച്ചു. അവൻ ദുർബലനായ തക്കം നോക്കി അയോല തന്റെ പൂർണ്ണ ശക്തിയായ നീലമിന്നൽ വാനവരിന് നേരെ തൊടുത്തുവിട്ടു. മിന്നൽ വാനവരന്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചു. ഭീകരമായ ശബ്ദത്തോടെ വാനവർ വീണ്ടും പിന്നോട്ട് തെറിച്ചു.
ദുർഗയുടെ ശ്രദ്ധ ഈ സംഭവത്തിലേക്ക് തിരിഞ്ഞതോടെ വന്യയ്ക്ക് അവസരം ലഭിച്ചു. അവൾ ദുർഗയുടെ മാന്ത്രിക വടിക്ക് നേരെ തന്റെ തണുത്ത തീജ്വാലകൾ അയച്ചു. വടിക്ക് കേടുപാടുകൾ സംഭവിച്ചു. ദുർഗ ഒരു ഭീകരമായ നിലവിളിയോടെ തളർന്നു വീണു. ഇനി സമയമില്ല, വാനവർ വീണ്ടും ശക്തി പ്രാപിക്കും, അയോല അലറി. ചാലി തന്റെ ശക്തിയാൽ ഒരു വലിയ കാറ്റുമൂലം അറയുടെ മുകളിലേക്ക് ഒരെളുപ്പ വഴി സൃഷ്ടിച്ചു. നല്ലമ്മ തകർന്ന നിയോഗം കോടിന്റെ ഭാഗങ്ങൾ കയ്യിലെടുത്തു. ശാരിക വിലോകയെയും ഇളയെയും ഒരു നിമിഷം തടഞ്ഞു നിർത്തി. വന്യ, അയോല, നല്ലമ്മ, ചാലി, ശാരിക, ആശാൻ എന്നിവർ ആ അറയിൽ നിന്നും പുറത്തേക്ക് പാഞ്ഞു. നിയോഗം തകർന്നതിന്റെ ഭീകരമായ ദേഷ്യത്തിൽ വാനവർ ഒരു സിംഹം പോലെ അലറി. അവന്റെ കറുത്ത ഊർജം വീണ്ടും ക്രിസ്റ്റലിനെ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. എന്നാൽ യക്ഷികളും പടയാളികളും അവനിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. അവർ പുറത്തെത്തിയപ്പോൾ വാനവർ സംഗമസ്ഥാനത്തെ ക്രിസ്റ്റലിനെ തന്റെ ലോകത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭീകരമായ പ്രകമ്പനം അവർക്ക് ചുറ്റും അനുഭവപ്പെട്ടു. നിഴലുകളുടെ തീരത്തേക്ക് സംഗമസ്ഥാനത്തെ ഭൂഗർഭ അറയിൽ നിന്ന് പുറത്തു കടന്ന നിമിഷം വന്യയും കൂട്ടരും ഒരു കൊടുങ്കാറ്റിന്റെ നടുവിലായിരുന്നു. വാനവരിന്റെ ക്രോധം ആകാശത്താഞ്ഞടിക്കുന്നു. ക്രിസ്റ്റലിനെ തന്റെ ലോകത്തേക്ക് വലിച്ചെടുക്കാനുള്ള അവന്റെ വിഫല ശ്രമത്തിൽ ഭൂമി വിറച്ചു. അവൻ ഈ ലോകത്തെ കീറി മുറിക്കുകയാണ്. ഇവിടെ നിന്നാൽ നമ്മൾ എല്ലാവരും ഈ തകർച്ചയിൽ അകപ്പെടും, അയോല അലറി. ചാലി തന്റെ ചിറകില്ലാത്ത രൂപത്തിൽ ഒരു ചുഴലിക്കാറ്റുപോലെ വന്യയെയും ആശാനെയും നല്ലമ്മയെയും വട്ടമിട്ട് പറന്നു. ഞാനൊരു വഴി തുറക്കാം, എനിക്കിവിടെ അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വാനവരിന്റെ ശക്തി അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്നു. ചാലിയുടെ പാലം ചാലി തന്റെ കൈകൾ വായുവിലേക്ക് ഉയർത്തി. ഭൂമിയുടെ മധ്യഭാഗത്തു നിന്നും ഉയരുന്ന ഏറ്റവും വേഗമേറിയ കാറ്റ് അവളുടെ നിയന്ത്രണത്തിലായി. ആ കാറ്റ് മാർക്കറ്റ് തെരുവിനെ കീറി മുറിച്ച് വിദൂരമായൊരു കുന്നിൻ മുകളിലെ നിഴലുകൾ നിറഞ്ഞ വനത്തിലേക്ക് ഒരു താൽക്കാലിക പാത ഒരുക്കി. ഇതാണ് നിഴലുകളുടെ തീരം. അവിടെ വെളിച്ചം കുറവാണ്. വാനവരിന്റെ അനുയായികൾക്ക് അവിടെ വേഗം സഞ്ചരിക്കാൻ കഴിയില്ല. ചാലി കിതച്ചുകൊണ്ട് പറഞ്ഞു. നല്ലമ്മ ആശാനെ തോളിലേറ്റി. വേഗം ഈ വഴി അധിക നേരം നിലനിൽക്കില്ല. 6 പേരും ആ കാറ്റിൽ തീർത്ത പാലത്തിലൂടെ ഒരു മിന്നൽ പോലെ പാഞ്ഞു. പിന്നിൽ സംഗമസ്ഥാനത്തെ കൽത്തറ പൊട്ടിത്തെറിച്ചു. നിഴൽഭടന്മാരും വീണ്ടും ശക്തി സംഭരിച്ച ഇളയും വിലോകയും ആകാശത്തിലൂടെ അവരെ പിന്തുടർന്നു. ദുർഗയുടെ കെണിനിഴലുകളുടെ തീരം ലക്ഷ്യമാക്കി അവർ കുതിക്കുമ്പോൾ മുന്നിൽ പാത തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു കറുത്ത രൂപം പ്രത്യക്ഷപ്പെട്ടു. ദുർഗ. മന്ത്രവടി തകർന്ന ദുർഗയുടെ കൈകളിൽ ഇപ്പോൾ സ്വന്തം രക്തത്തിൽ കുതിർന്ന കറുത്ത കയറുകളുണ്ടായിരുന്നു. നിഴലുകളുടെ തീരത്തേക്ക് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. യക്ഷികളെ. ദുർഗ തന്റെ കയറുകൾ ആകാശത്തേക്ക് എറിഞ്ഞു. അത് വിഷസർപ്പങ്ങളെ പോലെ ചലിച്ചു. ശാരിക തന്റെ വെള്ളിക്കടാരവുമായി മുന്നോട്ട് ചാടി. ഞാൻ ഇവളെ തടയാം, നിങ്ങൾ മുന്നോട്ടു പോകൂ. ശാരികയുടെ കടാരം ദുർഗയുടെ കയറുകളെ തടഞ്ഞു. ഓരോ വെള്ളിപ്രഹരത്തിലും കയറുകൾ കത്തിയെരിഞ്ഞു. എന്നാൽ ദുർഗ അസാമാന്യ വേഗതയോടെ തന്റെ മാന്ത്രിക മരുന്ന് ശാരികയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. പോരൂ, ഞാൻ ഇവളെ തടഞ്ഞു നിർത്താം. നല്ലമ്മ ശാരികയെ പിന്നിലേക്ക് വലിച്ചു. പകരം ദുർഗയെ നേരിടാൻ സ്വയം നിലയുറപ്പിച്ചു. നല്ലമ്മയുടെ കാലിലെ ചങ്ങലക്കെട്ടുകൾ മാറിയതോടെ അവരുടെ ശക്തി വർദ്ധിച്ചിരുന്നു. നല്ലമ്മയുടെ കൈകളിൽ നിന്നും ഭൂമിയുടെ ശക്തി ഉൾക്കൊണ്ട തവിട്ട് നിറമുള്ള പ്രകമ്പനങ്ങൾ ദുർഗയെ ലക്ഷ്യമാക്കി പാഞ്ഞു. ദുർഗയുടെ കറുത്ത മായം നല്ലമ്മയുടെ ഭൂമിശക്തിക്ക് മുന്നിൽ നിലനിന്നില്ല. ദുർഗ ഒരു ഭീകരമായ നിലവിളിയോടെ കാറ്റിൽ പറന്നുപോയി. പക്ഷെ അവൾ തകർന്നിരുന്നില്ല. നിഴലുകളുടെ തീരം അപ്പോഴേക്കും മറ്റു 4 പേർ നിഴലുകളുടെ തീരത്തേക്ക് എത്തിയിരുന്നു. അതിർത്തിയിലെത്തിയതും ചാലിയുടെ പാലം തകർന്നു. നിഴലുകളുടെ തീരം ഒരു കൂറ്റൻ വനപ്രദേശമായിരുന്നു. സൂര്യരശ്മിക്ക് പോലും നുഴഞ്ഞു കയറാൻ കഴിയാത്ത വിധം ഇലച്ചാർത്തുകൾ. എല്ലാ വസ്തുക്കളും കറുപ്പും വെളുപ്പുമായി മാത്രം കാണപ്പെട്ടു. ഇവിടെ നിഴലുകൾക്ക് ജീവനുണ്ട്. ഈ പ്രദേശം നമ്മുടേതാണ്. നല്ലമ്മ വന്യയോടും അയോലയോടുമായി പറഞ്ഞു. ഇവിടെ വെളിച്ചമില്ല. വാനവരിന്റെ ശക്തിക്ക് ഇവിടെ വേഗം കുറയും. പക്ഷെ നിഴൽഭടന്മാരും ഇളയും വിലോകയും അതിർത്തിയിലെത്തിക്കഴിഞ്ഞിരുന്നു. അവർക്ക് ഈ ഇരുട്ടിൽ വേഗത്തിൽ നീങ്ങാൻ കഴിയുമെന്നത് വന്യയ്ക്ക് മനസ്സിലായി. നമ്മുടെ അടുത്ത നീക്കം എന്താണ്? നിയോഗം തകർന്നു. വാനവരിന്റെ ലക്ഷ്യം ഇപ്പോഴും ഇവിടെയാണ്. അയോല ചോദിച്ചു. ആശാൻ തന്റെ കണ്ണട നേരെയാക്കി. കയ്യിലിരുന്ന തകർന്ന നിയോഗം കോഡിന്റെ ഭാഗങ്ങൾ അദ്ദേഹം സൂക്ഷിച്ചു നോക്കി.
നിയോഗം തകർന്നത് നല്ലതാണ്. അത് വാനവരുടെ ശക്തി സംഭരണ ശ്രമങ്ങളെ തടഞ്ഞു. പക്ഷേ അതൊരു താക്കോലായിരുന്നു. അതിന്റെ തകർച്ച ഭൂമിയിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു പഴയ ശക്തിയെ ഉണർത്തിയിരിക്കുന്നു. ആശാൻ പറഞ്ഞു. ഉണർന്ന ശക്തി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആശാൻ വന്യയെയും അയോലയെയും വനത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു കൂറ്റൻ പാറക്കെട്ടിനടുത്തേക്ക് നയിച്ചു. പാറക്കെട്ടിൽ മനുഷ്യന്റേതിന് സമാനമായ ഒരു മുഖം കൊത്തിവെച്ചിരുന്നു. ആ മുഖത്തിന്റെ കണ്ണുകൾ ഇരുട്ടിലും തിളങ്ങി. ഇതാണ് പുരാതന ശിലായക്ഷി. നിയോഗം തകർന്നപ്പോൾ ഈ ലോകത്തെ രക്ഷിക്കാൻ അവൾ ഉണർന്നിരിക്കുന്നു. ആശാൻ വിശദീകരിച്ചു. അവൾ എങ്ങനെ നമ്മളെ സഹായിക്കും? വന്യ ചോദിച്ചു. ശിലായക്ഷി ഭൂമിയുടെ കേന്ദ്രത്തിൽ ഒളിപ്പിച്ചു വെച്ച ഒരു പ്രതിരോധായുധമുണ്ട്. അഗ്നികണ്ഠം. അഗ്നികണ്ഠം വാനവരനെ നേരിടാൻ ശേഷിയുള്ളതാണ്. എന്നാൽ അതിന് 2 കാര്യങ്ങൾ ആവശ്യമാണ്. ആശാൻ പറഞ്ഞു. നിയോഗത്തിന്റെ അവശിഷ്ടങ്ങൾ, നിയോഗം കോഡിന്റെ അവശിഷ്ടങ്ങൾ അതിലേക്ക് ലയിപ്പിക്കണം. അഗ്നികണ്ഠം വാനവരനെ നേരിടാൻ ശേഷിയുള്ളതാണ്. എന്നാൽ അതിന് 2 കാര്യങ്ങൾ ആവശ്യമാണ്. ആശാൻ പറഞ്ഞു. നിയോഗത്തിന്റെ അവശിഷ്ടങ്ങൾ, നിയോഗം കോഡിന്റെ അവശിഷ്ടങ്ങൾ അതിലേക്ക് ലയിപ്പിക്കണം. യക്ഷിയുടെ രക്തം, ഏറ്റവും ശക്തയായ ഒരു യക്ഷിയുടെ ജീവരക്തം അതിലർപ്പിക്കണം. നല്ലമ്മയും ശാരികയും പരസ്പരം നോക്കി. വന്യയുടെ കണ്ണുകൾ ഇരുളിൽ തിളങ്ങി. നമുക്കിവിടെ പോരാടേണ്ടി വരും. അയോല തന്റെ കവചത്തിൽ ശക്തി സംഭരിച്ചു. നിഴൽ ഭടന്മാർ വരുന്നു. നിഴലുകളുടെ തീരത്തെ ഇരുട്ടിലൂടെ കൂർത്ത നഖങ്ങളുള്ള ഇളയുടെ രൂപം. അതിനു പിന്നാലെ വിലോകിയുടെ ചുവന്ന നിഴലും പാഞ്ഞു വന്നു. അവർ ലക്ഷ്യസ്ഥാനത്തിനടുത്തേക്കെത്തിയിരുന്നു. വന്യയും കൂട്ടരും ഇപ്പോൾ പുരാതന ശിലായക്ഷിയുടെ പ്രതിരോധ ശക്തിയെ ഉണർത്താനുള്ള ശ്രമത്തിലാണ്. എന്നാൽ അതിനു മുൻപ് അവർ ഇളയെയും വിലോകയെയും നിഴൽ ഭടന്മാരെയും നേരിടണം. അഗ്നികണ്ഠം ഉണർത്താൻ സ്വന്തം രക്തം നൽകാൻ തയ്യാറുള്ള യക്ഷി ആരായിരിക്കും? അഗ്നിയുടെ തീരത്ത് പുരാതന ശിലായക്ഷിയുടെ കൊത്തിയ രൂപത്തിന് മുന്നിൽ വന്യയും കൂട്ടരും ഏറ്റുമുട്ടലിനായി നിലയുറപ്പിച്ചു. സൂര്യരശ്മി എത്താത്ത ആ വനത്തിൽ ഇരുട്ടിന് കറുപ്പ് കൂടുതലായിരുന്നു. നിഴലുകൾക്ക് ആഴവും. അവർ വരുന്നു. ചാലി മുന്നറിയിപ്പ് നൽകി. നിഴലുകളുടെ തീവ്രതയിൽ ഇളയുടെ പാൽക്കല്ലു പോലത്തെ ചർമ്മം ഒരു പ്രേതം പോലെ തിളങ്ങി. വിലോകയുടെ ചുവന്ന നിഴൽ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഊളിയിട്ടു. ശാരികയുടെ നിശ്ചയം, എത്രയും പെട്ടെന്ന് അഗ്നികണ്ഠം ഉണർത്തണം. ആശാൻ കയ്യിലിരുന്ന തകർന്ന നിയോഗത്തിന്റെ കറുത്ത കഷ്ണങ്ങൾ ശിലായക്ഷിയുടെ കാൽക്കൽ വെച്ചു. യക്ഷിയുടെ രക്തം, അതിനിനി സമയമില്ല. നല്ലമ്മ ശാരികയെ നോക്കി. ശാരിക, നീയാണ് ഏറ്റവും പ്രായം കുറഞ്ഞവൾ. നിനക്കാണ് മുന്നോട്ടുള്ള കാലം കൂടുതൽ ആവശ്യമുള്ളത്. ഞാനോ വന്യയോ പാടില്ല. അമ്മേ. ശാരിക നല്ലമ്മയെ തടഞ്ഞു. അവളുടെ കണ്ണുകൾ കത്തുന്ന തീ പോലെ തിളങ്ങി. അഗ്നികണ്ഠം വാനവരെ നേരിടാനുള്ളതാണ്. വാനവരിന്റെ ലോകത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരുവളുടെ രക്തമാണ് അതിന് വേണ്ടത്. വാനവരിന്റെ ആദ്യത്തെ ഇരയാകേണ്ടി വന്ന ഒരുവളുടെ രക്തം. ശാരികയുടെ വാക്കുകൾ എല്ലാവരെയും ഞെട്ടിച്ചു. വാനവരാണ് ശാരികയുടെ കുടുംബത്തെ ആദ്യം നശിപ്പിച്ചത്. ആ വൈരാഗ്യത്തിന്റെ തീവ്രത അഗ്നികണ്ഠത്തിന് കൂടുതൽ ശക്തി നൽകും. ശാരിക, നല്ലമ്മ വേദനയോടെ വിളിച്ചു. ഇതെന്റെ നിയോഗമാണമ്മേ. ശാരിക തന്റെ വെള്ളിക്കടാരം വലിച്ചെറിഞ്ഞു. അയോലയും ചാലിയും നിഴൽഭടന്മാരെ നേരിടാൻ മുന്നോട്ട് കുതിച്ചു. നിഴലുകളിലെ യുദ്ധം ഇരുട്ടിൽ. അയോലയുടെ നീലക്കവചം ഒരു വെളിച്ച ഗോപുരം പോലെ നിന്നു. നിഴൽഭടന്മാർ അവളെ ചുറ്റിപ്പറ്റി. അവൾ തന്റെ പ്രകാശ ഊർജത്താൽ ചുറ്റുമുള്ള നിഴലുകളെ തകർക്കാൻ ശ്രമിച്ചു. വന്യ, ഇതാണ് അവസരം. ഞാനിവരെ തടഞ്ഞു നിർത്താം. ചാലി ഒരു വലിയ കാറ്റായി മാറി. നിഴൽഭടന്മാരെ തളർത്താൻ തുടങ്ങി. വിലോക തന്റെ ചുവന്ന ഊർജം ഉപയോഗിച്ച് ചാലിയെ നേരിട്ടു. കാറ്റും അഗ്നിയും ഏറ്റുമുട്ടിയപ്പോൾ വനത്തിൽ ഭീകരമായ ശബ്ദങ്ങൾ മുഴങ്ങി. ഇള ആശാന്റെ നേർക്ക് കുതിച്ചു. ആശാനെ സംരക്ഷിക്കാൻ വന്യ മുന്നോട്ട് വന്നു. വന്യയുടെ തണുത്ത ശക്തി ഇളയുടെ രക്തദാഹത്തെ താൽക്കാലികമായി മരവിപ്പിച്ചു. വന്യ ഇളയുടെ കൂർത്ത നഖങ്ങളെ തന്റെ കൈപ്പത്തി കൊണ്ട് തടുത്തു. ആ തണുപ്പിൽ ഇളയുടെ ചലനം മന്ദഗതിയിലായി. നിനക്കിനി എത്ര നേരം പിടിച്ചു നിൽക്കാനാകും യക്ഷി? ഇളയുടെ ശബ്ദം ഒരു നായയുടെ ഓരിയിടൽ പോലെ ഉയർന്നു. ഈ ലോകം അവസാനിക്കുന്നതുവരെ. വന്യ പ്രതികരിച്ചു. അഗ്നികണ്ഠം ഉണരുന്നു. പോരാട്ടം അതിന്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ ശാരിക ശിലായക്ഷിയുടെ കാൽക്കൽ മുട്ടുകുത്തി. ഭൂമിദേവി, അഗ്നികണ്ഠമേ, എന്റെ പ്രതികാരം നിനക്കായി ഞാൻ നൽകുന്നു. ഈ രക്തം നിന്റെ ശക്തിക്ക് ഇന്ധനമാകട്ടെ. ശാരിക മന്ത്രിച്ചു. ശാരിക തന്റെ കയ്യിൽ സ്വയം മുറിവേൽപ്പിച്ചു. അവളുടെ ജീവരക്തം ഇരുണ്ടതും എന്നാൽ ദിവ്യവുമായ
കറുത്ത നിയോഗം കോഡിന്റെ അവശിഷ്ടങ്ങളിലേക്ക് ഒഴുകി. രക്തം കോഡിന്റെ അവശിഷ്ടങ്ങളിൽ ലയിച്ച നിമിഷം ശിലായക്ഷിയുടെ മുഖം തിളങ്ങി. ശക്തമായ പ്രകമ്പനത്തോടെ പാറക്കെട്ട് പിളർന്നു. ഉള്ളിൽ നിന്നും അഗ്നിയുടെ പ്രഭാവം പുറത്തേക്ക് വന്നു. അഗ്നികണ്ഠം. ഒരു കൂറ്റൻ കറുത്ത ലോഹദണ്ഡായിരുന്നു അത്. അത്യധികം ചൂടിൽ ചുട്ടുപൊള്ളുന്ന ആ ദണ്ഡിൽ ചുവന്ന നിറത്തിൽ അഗ്നിനാളങ്ങൾ നൃത്തമാടി. അതിന്റെ മുകൾ ഭാഗം ഒരു അഗ്നിശൂലം പോലെ ജ്വലിച്ചു. അഗ്നികണ്ഠം പുറത്തു വന്ന നിമിഷം അതിന്റെ ചൂട് നിഴലുകളുടെ തീരത്തെ ഇരുട്ടിനെ കീറി മുറിച്ചു. ഇള അതിന്റെ ചൂടേറ്റ് മൂങ്ങിക്കൊണ്ട് പിന്നോട്ട് തെറിച്ചു. വിലോകയുടെ ചുവന്ന മായ ദുർബലമായി. നിഴൽഭടന്മാർ പുകയായി മാഞ്ഞുപോയി. വാനവരിന്റെ ശക്തിക്ക് വെളിച്ചമില്ലാത്ത ഇടമായിരുന്നിട്ടും അഗ്നികണ്ഠത്തിന്റെ തീവ്രമായ ചൂട് കാരണം ഇവിടെ നിലയുറപ്പിക്കാൻ കഴിഞ്ഞില്ല. വാനവർ ആകാശത്തു നിന്നും ഒരലർച്ച മുഴക്കി. അവൾ അത് സജീവമാക്കി. ദുർഗേ, വിലോകെ, പിന്മാറുക. വിലോകയും ഇളയും ദുർഗയും തങ്ങളുടെ യജമാനന്റെ ആജ്ഞ കേട്ട് നിഴലുകളിലൂടെ അപ്രത്യക്ഷരായി. അഗ്നികണ്ഠത്തിന്റെ അവകാശി ശാരിക രക്തം നഷ്ടപ്പെട്ടതിന്റെ ക്ഷീണത്തിൽ തളർന്നു. നല്ലമ്മ അവളെ താങ്ങിയെടുത്തു. അഗ്നികണ്ഠം ചൂടോടെ വായുവിൽ തങ്ങി നിന്നു. അതാർക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? വന്യ മുന്നോട്ട് വന്നു. ശാരികയുടെ ത്യാഗത്തിന്റെ ശക്തി ആ ദണ്ഡിലുണ്ടായിരുന്നു. വാനവരനെ നേരിടാൻ ശേഷിയുള്ള ആയുധം. വന്യ അഗ്നികണ്ഠത്തെ തൊട്ടതും അതിന്റെ തീവ്രമായ ചൂട് അവളെ പൊതിഞ്ഞു. ആ ചൂടിൽ വന്യയുടെ മനുഷ്യരൂപം അല്പം മാറി. അവളുടെ കണ്ണുകൾ അഗ്നി പോലെ തിളങ്ങി. തണുത്ത യക്ഷി ഊർജവും ശാരികയുടെ പ്രതികാരത്തിന്റെ ചൂടും ഭൂമിയുടെ ശക്തിയും അതിൽ ലയിച്ചു. അഗ്നികണ്ഠം വന്യയുടെ കൈകളിൽ സുരക്ഷിതമായി. അവൾ ഇപ്പോൾ വാനവരനെ നേരിടാൻ സജ്ജയാണ്. അടുത്ത പോരാട്ടം, അവസാന ലക്ഷ്യം. വാനവർ ദുർബലനായി. പക്ഷേ അവൻ വീണ്ടും ശക്തി പ്രാപിക്കാൻ ശ്രമിക്കും. അയോല മുന്നറിയിപ്പ് നൽകി. അവൻ എവിടെയാണ് പോകുക? വന്യ അഗ്നികണ്ഠമുയർത്തി. അതിന്റെ പ്രകാശത്തിൽ അവളുടെ മുഖം തിളങ്ങി. ആശാൻ മറുപടി നൽകി. വാനവരിന്റെ ലോകം തമോഗർത്തമാണ്. പക്ഷേ അവൻ ഭൂമിയുടെ ഒരു ഉപഗ്രഹത്തെ ലക്ഷ്യമാക്കുന്നു. അവിടെ നിന്നുകൊണ്ട് അവന്റെ ശക്തി സംഭരണം പൂർത്തിയാക്കാനും ഭൂമിയെ കീഴ്പ്പെടുത്താനും അവൻ ശ്രമിക്കും. പോരാട്ടത്തിന്റെ ലക്ഷ്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. അഗ്നികണ്ഠവുമായി ചന്ദ്രന്റെ മറുവശത്തേക്ക് യാത്ര ചെയ്യുക. എന്നാൽ ചന്ദ്രനിലേക്ക് എങ്ങനെ പോകും? ചാലി ചോദിച്ചു. അയോല മുന്നോട്ട് വന്നു. അവളുടെ കവചത്തിൽ നീല വെളിച്ചം വീണ്ടും ശക്തമായി. അതാണ് എന്റെ ജോലി. എന്റെ പ്രപഞ്ചാനന്തര കപ്പൽ നിഴലുകളുടെ തീരത്തിന് മുകളിലെ ആകാശത്തുണ്ട്. നമുക്ക് പോകാം. വാനവരനെ തടയാൻ ഇനിയുള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രം. വന്യ അഗ്നികണ്ഠവുമായി അയോല, ചാലി, നല്ലമ്മ, ആശാൻ, ശാരിക എന്നിവരോടൊപ്പം ചന്ദ്രനിലേക്കുള്ള അവസാന യാത്രയ്ക്ക് തയ്യാറായി. ആകാശത്തേക്ക് ഒരു നീല വെളിച്ചം കുതിച്ചു. അയോലയുടെ പ്രപഞ്ചാനന്തര കപ്പൽ വെറുമൊരു പേടകമായിരുന്നില്ല. അവളുടെ സ്വന്തം ഊർജത്തിന്റെ പ്രൊജക്ഷനായിരുന്നു അത്. വന്യ കയ്യിൽ അഗ്നികണ്ഠവുമായി. ആശാൻ, നല്ലമ്മ, ചാലി, ക്ഷീണിതയായ ശാരിക എന്നിവരോടൊപ്പം ആ നീല വെളിച്ചത്തിന്റെ മധ്യത്തിൽ യാത്ര ചെയ്തു. അതിവേഗത്തിൽ ചന്ദ്രനിലേക്ക് പറക്കുമ്പോൾ ആശാൻ വാനവരന്റെ ശക്തിയുടെ കണക്കുകൂട്ടലുകൾ വിശദീകരിച്ചു. നിയോഗം തകർന്നതിലൂടെ വാനവർക്ക് ചന്ദ്രന്റെ മറുവശത്തെ ശക്തി കേന്ദ്രം സജീവമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ സ്വന്തം ശരീരത്തെ അവിടെ ഒരു ബാറ്ററി പോലെ ഉപയോഗിച്ച് ലോകത്തെ കീഴ്പ്പെടുത്താനുള്ള അവസാന ശ്രമം നടത്തുകയാണ്. നമ്മൾ അവിടെ എത്തുമ്പോൾ അവൻ പൂർണ്ണ ശക്തിയിൽ എത്തിയിട്ടുണ്ടാവില്ല. ചന്ദ്രന്റെ മറുവശം അടുത്തെത്തി. അവിടെ നിഴലുകൾ നിറഞ്ഞ ഒരു ഗർത്തത്തിന് മധ്യത്തിൽ വാനവരന്റെ കറുത്ത രൂപം ഒരു കൂറ്റൻ ഗോപുരം പോലെ നിലയുറപ്പിച്ചിരുന്നു. അവന്റെ ശരീരം ചന്ദ്രനിലെ ഇരുണ്ട ഊർജം വലിച്ചെടുത്ത് വലുതായിക്കൊണ്ടിരുന്നു. ഇരുട്ടിന്റെ സന്തതികൾ അയോലയുടെ നീല വെളിച്ചം ചന്ദ്രന്റെ പ്രതലത്തിൽ സ്പർശിച്ചതും അവരെ കാത്ത് 4 ഭീകരരൂപങ്ങൾ മുന്നോട്ട് വന്നു. ഇരുട്ടിന്റെ സന്തതികൾ. ഹിജ, നിഴൽ നിറഞ്ഞ ശരീരം, വാനവരന്റെ കായിക ശക്തിയുടെ പ്രതീകം. ആരോല, കയ്യിൽ വിഷം നിറഞ്ഞ നീല കടാരങ്ങളുള്ള വായുവിലൂടെ ഒഴുകി നീങ്ങുന്ന രൂപം. വാന, തീവ്രമായ ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന മുഖം മൂടിയ ഒരു ഭീകരജീവി. അഗോല, കറുത്ത മായയും മന്ത്രങ്ങളും ഉപയോഗിച്ച് ചുറ്റുപാടുകളെ മാറ്റിമറിക്കാൻ കഴിവുള്ള മന്ത്രവാദി. വാനവരന്റെ അടിമകളെ, നിങ്ങളെ കാത്തിരുന്നത് ഞങ്ങളാണ്. ഹിജയുടെ മുഴക്കം ചന്ദ്രന്റെ ശൂന്യതയിൽ പോലും പ്രതിധ്വനിച്ചു. വന്യ, നീ വാനവരനെ ലക്ഷ്യമിടുക. ഞങ്ങൾ ഈ നിഴലുകളെ തടയാം. അയോല തന്റെ കവചം പൂർണ്ണമായും സജീവമാക്കി.
തന്ത്രപരമായ വിഭജനം. അയോല വേഗം തന്റെ കൂട്ടാളികളെ വിഭജിച്ചു. നേരിടാൻ ആശാൻ തന്റെ ത്രികാലജ്ഞാനം ഉപയോഗിച്ച് പോരാട്ടത്തിന്റെ ഗതി വിലയിരുത്തിക്കൊണ്ടിരുന്നു. ശാരിക തന്റെ ക്ഷീണിച്ച ശരീരത്തിൽ ബാക്കിയുള്ള യക്ഷീഊർജം കൂട്ടുകാർക്കായി നൽകി. വന്യ അഗ്നികണ്ഠവുമായി നിഴലുകളെയും പ്രതിരോധത്തെയും മറികടന്ന് വാനവരനെ ലക്ഷ്യമാക്കി കുതിച്ചു. ഭീമാകാരമായ കൈകൾ ചുരുട്ടി നല്ലമ്മയ്ക്ക് നേരെ ആഞ്ഞടിച്ചു. നല്ലമ്മ തന്റെ ശക്തി മുഴുവൻ കാലുകളിലേക്ക് ആവാഹിച്ച് ചന്ദ്രനിലെ മണ്ണിൽ നിന്നും ഒരു കൂറ്റൻ മൺമതിലുയർത്തി. ഹിജ ആ മതിലിലിടിച്ചപ്പോൾ ചന്ദ്രോപരിതലം വിറച്ചു. "നീ എന്റെ വഴി തടസ്സപ്പെടുത്തുന്നു വൃദ്ധേ!" ഹിജ അലറി. വൃദ്ധയല്ല, ഈ മണ്ണിന്റെ ശക്തി. നല്ലമ്മ വാന തന്റെ ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ചാലിയുടെ കാറ്റിലുള്ള ചലനത്തെ തകർക്കാൻ ശ്രമിച്ചു. ആരോല വിഷം പുരട്ടിയ നീലക്കടാരങ്ങളുമായി ചാലിയെ വായുവിൽ വെച്ച് ആക്രമിച്ചു. ചാലി അതിവേഗത്തിൽ വാനയ്ക്ക് ചുറ്റും കറങ്ങി ഒരു ചുഴലിക്കാറ്റ് സൃഷ്ടിച്ചു. ശബ്ദതരംഗങ്ങൾ തകർന്നു. ആരോലയ്ക്ക് ലക്ഷ്യം പിഴച്ചു. "എന്റെ കാറ്റിനെ തകർക്കാൻ നിനക്ക് കഴിയില്ല!" ചാലി ഗർജിച്ചു. അഗോല ചന്ദ്രോപരിതലത്തിൽ കറുത്ത മാന്ത്രിക വൃത്തങ്ങൾ വരച്ചു. ആ വൃത്തങ്ങളിൽ നിന്നും വിഷലിപ്തമായ പുക ഉയർന്നു. അയോലയെ തളർത്താൻ അവൾ ഭൂതങ്ങളെ വിളിച്ചു. "നിന്റെ മായ എന്റെ പ്രകാശത്തിന് മുന്നിൽ നിലനിൽക്കില്ല." അയോലയുടെ ശരീരം നീലജ്വാലയിൽ കത്തി. അവൾ പ്രകാശത്തിന്റെ വാളുകൾ സൃഷ്ടിച്ച് അഗോലയുടെ വൃത്തങ്ങളെയും ഭൂതങ്ങളെയും കീറി മുറിച്ചു. വന്യയുടെ മുന്നേറ്റം. ഈ തീവ്രമായ പോരാട്ടങ്ങൾക്കിടയിലൂടെ വന്യ തന്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു. അഗ്നികണ്ഠം അവളുടെ കൈകളിൽ സുരക്ഷിതമായിരുന്നു. ചന്ദ്രനിലെ ഇരുണ്ട ഊർജം അഗ്നികണ്ഠത്തിന്റെ ചൂടിൽ ഭയന്നു പിന്മാറി. ഒടുവിൽ വാനവരന്റെ അടുത്ത് അവൾ എത്തി. വാനവർ ഒരു ഭീമാകാരമായ കറുത്ത മനുഷ്യരൂപമായിരുന്നു. അവന്റെ ശരീരം ചന്ദ്രനിലെ ഗർത്തത്തിൽ ഉറപ്പിച്ചിരുന്നു. അവന്റെ കണ്ണുകൾ 2 തമോഗർത്തങ്ങൾ പോലെ തിളങ്ങി. "നീ വീണ്ടും എന്റെ വഴിയിൽ!" വാനവരന്റെ ശബ്ദം ഒരു പാറയുടെ തകർച്ച പോലെ മുഴങ്ങി. "നിന്റെ യക്ഷിശക്തിക്ക് എന്നെ തടയാൻ കഴിയില്ല. നിയോഗം തകർത്തത് എന്റെ അമ്മയാണ്. നിന്റെ അന്ത്യം കുറിക്കാൻ വന്നത് ഞാനാണ്." വന്യ പറഞ്ഞു. അവസാന ഏറ്റുമുട്ടൽ. വാനവർ തന്റെ കൂറ്റൻ കൈ വന്യയ്ക്ക് നേരെ നീട്ടി. അത് ഭൂമിയെ മുഴുവൻ തകർക്കാൻ ശേഷിയുള്ള ഒരു പ്രഹരമായിരുന്നു. വന്യ അഗ്നികണ്ഠം വാനവരന്റെ നെഞ്ചിലേക്ക് ലക്ഷ്യമാക്കി ഉയർത്തി. അഗ്നികണ്ഠം ശാരികയുടെ രക്തത്തിന്റെ പ്രതികാര തീവ്രതയിൽ സൂര്യന്റെ ചൂടോടെ ജ്വലിച്ചു. അഗ്നികണ്ഠം! വന്യ ആർത്തു വിളിച്ചു. അവൾ അഗ്നികണ്ഠവുമായി വാനവരന്റെ നെഞ്ചിലേക്ക് കുതിച്ചു. അതേസമയം ചന്ദ്രനിലെ ഗർത്തത്തിൽ ഉറപ്പിച്ചിരുന്ന വാനവരന്റെ ശരീരത്തിൽ നിന്നും ശക്തമായ ഊർജം പുറത്തേക്ക് വന്നു. ചന്ദ്രോപരിതലം പ്രകാശിച്ചു. വന്യയുടെയും വാനവരന്റെയും അവസാന പ്രഹരങ്ങൾ കൂട്ടിയിടിക്കാൻ ഇനി 1 നിമിഷം മാത്രം. ഈ പോരാട്ടം ഭൂമിയുടെ വിധി നിർണയിക്കും. പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ. അവസാന പ്രഹരം. വാനവർ തന്റെ കൂറ്റൻ കൈ വന്യയ്ക്ക് നേരെ നീട്ടി. അത് ഭൂമിയെ മുഴുവൻ തകർക്കാൻ ശേഷിയുള്ള ഒരു തമോഗർത്ത ഊർജമായിരുന്നു. വന്യ അഗ്നികണ്ഠവുമായി നെഞ്ചിലേക്ക് കുതിച്ചു. അഗ്നികണ്ഠം! വന്യ ആർത്തു വിളിച്ചു. അഗ്നികണ്ഠം വാനവരന്റെ കറുത്ത ശരീരത്തിൽ ആഴ്ന്നിറങ്ങിയ നിമിഷം ശാരികയുടെ പ്രതികാരത്തിന്റെ അഗ്നി ജ്വലിച്ചു. വാനവരന്റെ ശരീരത്തിൽ നിന്നും തീവ്രമായ ഊർജപ്രവാഹം പുറത്തേക്ക് വന്നു. വന്യയുടെ മനുഷ്യരൂപം ആ ശക്തിയിൽ തകർന്നു പോകുമായിരുന്നു. ത്യാഗം. അതേ നിമിഷം മറ്റു പോരാട്ടങ്ങളുടെ ഫലവും പുറത്തു വന്നു. ചാലി തന്റെ ജീവശക്തി മുഴുവൻ ഉപയോഗിച്ച് വാനയെയും ആരോലിയെയും തകർക്കാൻ ഒരു കാറ്റുമതിൽ സൃഷ്ടിച്ചു. കാറ്റുമതിലിൽ തട്ടി വാനയുടെ ശബ്ദതരംഗങ്ങൾ തിരിച്ചടിച്ചു. വാന സ്വയം നശിച്ചു. ആരോല ചാലിയുടെ തളർച്ച മനസ്സിലാക്കി. വിഷക്കടാരവുമായി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ക്ഷീണിതയായിരുന്ന ശാരിക തന്റെ ശേഷിച്ച യക്ഷിയൂർജം മുഴുവൻ ഒരു മിന്നൽ പിളർ പോലെ ആരോലയ്ക്ക് നേരെ തൊടുത്തുവിട്ടു. ആരോല ചിതറിത്തെറിച്ചു. ശാരിക പൂർണ്ണമായും ക്ഷീണിച്ചു. നല്ലമ്മയുടെ മൺമതിലുകൾ തകർത്ത് ഹിജ മുന്നോട്ട് വന്നു. നല്ലമ്മയ്ക്ക് ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ ശരീരം ചന്ദ്രനിലെ മണ്ണിൽ ലയിപ്പിച്ചു. അവൾ സ്വയം ഒരു ചതുപ്പായി മാറി. ഹിജയെ കെണിയിലാക്കി. ഹിജ മുങ്ങിത്താഴുമ്പോൾ നല്ലമ്മയുടെ ശക്തിയും ആ മണ്ണിൽ ലയിച്ചു. അയോലയുടെ വിജയം. അയോല തന്റെ പ്രകാശവാളുകൾ കൊണ്ട് അഗോലയുടെ മാന്ത്രിക വൃത്തങ്ങളെ തകർത്തു. അഗോല മായ തകർന്നതോടെ ദുർബലനായി. അയോലയുടെ നീല വെളിച്ചത്തിൽ ചിതറിപ്പോയി. വാനവരന്റെ അന്ത്യം.
വന്യ അഗ്നികണ്ഠം നെഞ്ചിലാഴ്ത്തിയപ്പോൾ വാനവർ അലറി. എന്റെ യുഗം അവസാനിക്കുന്നില്ല. ആ അവസാന നിമിഷത്തിൽ വാനവർ തന്റെ ശേഷിച്ച ശക്തി മുഴുവൻ ഒരു തമോഗർത്തമായി ചുരുട്ടി വന്യയെയും അഗ്നികണ്ഠത്തെയും സ്വന്തം ലോകത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അയോല തന്റെ പ്രപഞ്ച ഊർജം ഉപയോഗിച്ച് വാനവരിന്റെ തമോഗർത്തത്തെ തടഞ്ഞു. ആശാൻ തന്റെ ത്രികാലജ്ഞാനത്തിലൂടെ തകർന്ന നിയോഗത്തിന്റെ കോഡുകൾ വീണ്ടും സജ്ജമാക്കി. അഗ്നികണ്ഠത്തിന് കൂടുതൽ ശക്തി നൽകി വാനവരിന്റെ തമോഗർത്ത ഊർജവും അഗ്നികണ്ഠത്തിന്റെ പ്രതിരോധ ഊർജവും ചന്ദ്രോപരിതലത്തിൽ ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു. വാനവരിന്റെ ശരീരം ഒരു കറുത്ത പുകയായി മാറി. തമോഗർത്തം അടഞ്ഞു. വാനവർ പൂർണ്ണമായും പ്രപഞ്ചത്തിൽ നിന്ന് അപ്രത്യക്ഷനായി. ശാന്തത ചന്ദ്രോപരിതലത്തിൽ ശാന്തത തിരിച്ചെത്തി. നല്ലമ്മയുടെ ത്യാഗം കാരണം ഹിജ മണ്ണിനടിയിൽ ലയിച്ചിരുന്നു. ചാലി കാറ്റിൽ നിന്നും ഊർജം വലിച്ചെടുത്ത് പൂർണ്ണമായും ക്ഷീണിച്ച് നിലത്ത് കിടന്നു. ശാരിക ബോധരഹിതയായി. വന്യ അഗ്നികണ്ഠം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തളർന്നു നിന്നു. പഴയ കൂട്ടുകാരുടെ മടങ്ങിവരവ് ശക്തി നശിച്ചതോടെ ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ടുപോയ വിലോകയും ഇളയും ദുർഗയും വാനവരിന്റെ നിഴൽ ലോകത്തേക്ക് ഉൾവലിഞ്ഞുപോയി. വാനവർ നശിച്ചു. അയോല തന്റെ കവചം ഊരി മാറ്റി വന്യയ്ക്ക് അരികിലേക്ക് വന്നു. പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ വീണ്ടും സ്ഥാപിക്കപ്പെട്ടു. തിരിച്ചുള്ള യാത്ര അയോല തന്റെ പ്രപഞ്ച പേടകത്തിൽ വന്യയെയും ക്ഷീണിതരായ കൂട്ടുകാരെയും ആശാനെയും വഹിച്ചുകൊണ്ട് ചന്ദ്രനിലെ ശാന്തമായ പ്രതലത്തിൽ നിന്നും ഭൂമിയെ ലക്ഷ്യമാക്കി അവർ മടങ്ങി. ഭൂമിയിൽ തിരിച്ചെത്തിയ ശേഷം ശാരികയുടെ ശുശ്രൂഷ വന്യയും ആശാനും ചേർന്ന് ശാരികയെ രഹസ്യമായി ശുശ്രൂഷിച്ചു. ശാരികയുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല. എന്നാൽ അവളുടെ യക്ഷിശക്തി ക്ഷയിച്ചു. അവൾ കുറച്ചുകാലം മനുഷ്യ സ്ത്രീയായി ജീവിക്കാൻ തീരുമാനിച്ചു. നല്ലമ്മയുടെ പുനർജനി. നല്ലമ്മയുടെ ശക്തി ഭൂമിയിൽ ലയിച്ചതിനാൽ വന്യ തന്റെ സ്വന്തം ഊർജം ഉപയോഗിച്ച് നല്ലമ്മയെ പുനർജനിപ്പിച്ചു. എന്നാൽ നല്ലമ്മ ഇനിയൊരു സാധാരണ യക്ഷിയായിരിക്കും. അവരുടെ മണ്ണിന്റെ ശക്തി താൽക്കാലികമായി നഷ്ടപ്പെട്ടു. ചാലിയുടെ ദൗത്യം. ചാലി തന്റെ ശക്തി വീണ്ടെടുക്കാൻ വായുവിന്റെ ലോകത്തിലേക്ക് മടങ്ങി. അയോലയുടെ വിടവാങ്ങൽ. എന്റെ ദൗത്യം പൂർത്തിയായി വന്യ. എന്റെ ലോകം എന്നെ കാത്തിരിക്കുന്നു, അയോല പറഞ്ഞു. അവൾ വന്യയെ കെട്ടിപ്പിടിച്ച് നീല വെളിച്ചത്തിന്റെ ഒരു രശ്മിയായി ആകാശത്തേക്ക് മറഞ്ഞു. ആശാനും വന്യയും. ആശാൻ തന്റെ ലൈബ്രറിയിലേക്ക് മടങ്ങി. വന്യയാകട്ടെ അഗ്നികണ്ഠം സുരക്ഷിതമായ ഒരിടത്ത് ഒളിപ്പിച്ചു. അവൾ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. വാനവരിന്റെ ഭീഷണി നീങ്ങിയെങ്കിലും വന്യയ്ക്ക് അറിയാമായിരുന്നു തമോഗർത്തത്തിലെ ഇരുട്ടിൽ നിന്നും ഒരു രൂപം ഭൂമിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അടുത്ത തവണ അവൾ കാത്തിരിക്കും അഗ്നികണ്ഠവുമായി. പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കാൻ അവസാനിക്കുന്നു. നന്ദി.